ആ തീരുമാനമെടുത്തത്. ഓഗസ്റ്റ് 12-ന് അത് നടത്താനാണ് തീരുമാനിച്ചത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ AKG സെന്ററിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം കൈരളി TV-യുടെ കൺസൾട്ടന്റായും പ്രവർത്തിച്ചിരുന്നു. KSUവിൻ്റെ പ്രസിഡന്റ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ആ ദിവസങ്ങളിൽ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ പോകുന്നത്. ആ സമയത്ത് 2 ദിവസം മുമ്പാണ്, പുരോഗമന സമരത്തിന് 2 ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണമേശയിൽ വെച്ച് അദ്ദേഹം സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി. ഞാനതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതേസമയം AKG സെന്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല, അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM-ന്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. 2 മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ്പും ലാത്തിച്ചാർജും ഒക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AKG സെന്ററിൽ കണ്ടുവരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. 2 കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരളി TV-യിലേക്കാണ് പോയത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു. മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ 2 പേരും തമ്മിൽ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ജോൺ ബ്രിട്ടാസും ഞാനും ഒരുമിച്ചാണ് പോയത്. അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും, ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല. അവിടെ രക്ഷയുടെ ശിക്ഷയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സമരം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല, പോലീസുകാരെയും നിയന്ത്രിക്കാനും കഴിയില്ല. അങ്ങനെ വന്നാൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതിനോട് യോജിച്ചു. അതിൽ അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് അതിൽ പങ്കാളിയായത്. ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം. ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ശ്രീ ജോൺ ബ്രിട്ടാസും ആശയവിനിമയം നടത്തിയിരുന്നു. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോന്മുഖമായ രീതിയിലേക്ക് പോയാൽ 2 മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സതുദ്ദേശമാണ് എന്നെ അലട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബ്രിട്ടാസും സ്വീകരിച്ചത്. മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും ഉണ്ടായത്. അങ്ങനെ CPM-യുമായി നടന്ന ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല. ശ്രീ ബ്രിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഘടകമായിരിക്കാം. പക്ഷേ
രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ 13-ാം തീയതി രാവിലെ അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേരുകയും മന്ത്രിസഭാ യോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി LDFന്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് CPM അണികളും പ്രവർത്തകരുമായിരുന്നു. വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത്. കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു. അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. പിന്നീട് അതിന്റെ അന്വേഷണങ്ങൾ നടന്നു, ജുഡീഷ്യൽ അന്വേഷണം നടന്നു, പിന്നീട് മറ്റന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്ര വസ്തുതയായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട്, എന്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ ദാസും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്. ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ള ഒരു പ്രസക്തമല്ല. രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി. താല്പര്യമെടുത്തത് തിരുവഞ്ചൂർ ദാസും ഞാനും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത് ഞാൻ തന്നെയാണെന്ന് പറയാം. അല്ല, ഞാൻ സംസാരിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും ഞാൻ CPMന്റെ അല്ല, ഞാനത് CPMന്റെ ഭാഗമായിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന കാര്യം, തുടർന്ന കാര്യം പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോൺ ബ്രിട്ടാസിനും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്നോടൊപ്പം തിരുവനന്തപുരം വരില്ലല്ലോ. അല്ല, അവിടെ ആര് മുൻകൈ എടുത്തു എന്നുള്ളതിന് പ്രസക്തിയില്ല. അതൊരു വിവാദമാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒത്തുതീർപ്പാക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടനത്തിൽ ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നു പറയുന്നു, രണ്ടുപേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. മുൻകൈ എടുക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഒരു രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ആവശ്യം വന്നപ്പോൾ അതിൽ നിന്നും തലയുരേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെയും UDFന്റെ ആവശ്യമായിരുന്നു. അതേസമയം ഒരു സമരത്തിൽ ചെന്ന് പെട്ട് ആ സമരത്തിൽ നിന്ന് ഊരിക്കൊണ്ടുപോകേണ്ടത് LDFന്റെ ആവശ്യമായിരുന്നു. എനിക്കറിയില്ല. ഞാൻ ഇടപെട്ട കാര്യം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞതുകൊണ്ട് അത് സ്ഥിരീകരിക്കാന്നല്ലാതെ ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. അതെനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്ക എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഇപ്പം ഒരു റിട്ടയർ ശേഷം അദ്ദേഹം പുസ്തകം എഴുതുന്നു. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുന്നതിൽ തെറ്റില്ല. അത് അദ്ദേഹത്തിന്റെ മാത്രം അവകാശമാണ്. ഞാനത് ചോദ്യം ചെയ്യുന്നില്ല. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് തിരുവഞ്ചൂർ ദാസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ദൃക്സാക്ഷി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. രാവിലെ പറഞ്ഞത് ഈ ചെറിയാൻ ഫിലിപ്പിന് തിരുവഞ്ചൂരിന്റെ ഫോൺ വരുന്നു, അത് എന്റെ റൂമിൽ വന്ന് കൊണ്ടുതരുന്നു, ഞാൻ സംസാരിക്കുന്നു, പിന്നീട് അങ്ങോട്ട് പോകുന്നു, ചെറിയാനുമായി ചേർന്നാണ് പോയത്. പക്ഷേ കുറച്ചു മുമ്പ് പ്രതികരിച്ച തിരുവഞ്ചൂർ പറയുന്നത് തന്നെ ഇങ്ങോട്ട് ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ വിളിക്കുകയായിരുന്നു. അല്ല, എന്നെ വിളിച്ചപ്പോൾ ബ്രിട്ടാസ് കൊടുത്തു എന്ന് പറയുന്നതാണ്. എന്നെ വിളിച്ചെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്നെ വിളിച്ച ഫോണിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയും? എന്താ, എനിക്കപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടാസാണ്. എന്നെ ഫോണിൽ വിളിച്ചത് തിരുവഞ്ചൂർ ദാസാണ്. തിരുവഞ്ചൂർ ദാസ് വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കുന്നതിനിടയിൽ സംസാരിച്ചപ്പോൾ ബ്രിട്ടാസ് എടുത്തുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുക്കുകയായിരുന്നു. അതായത് തിരുവഞ്ചൂർ ദാസാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അല്ലല്ല തിരുവഞ്ചൂർ ദാസനും ബ്രിട്ടാസും ഞങ്ങളെല്ലാം സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, അവിടെയൊക്കെ രൂപപ്പെട്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിൽ അത്ഭുതമായ സൗഹൃദമുണ്ടല്ലോ. അപ്പൊ ഒരു പ്രധാനപ്പെട്ട അങ്ങനെയല്ല.
ഞാൻ ബിട്ടാസിന്റെ അടുത്താണ് ഇരിക്കുന്നത് തിരുവനന്തപുരം പറഞ്ഞപ്പോൾ ബിട്ടാസ് അടുത്തുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞ ധാരണ ഉണ്ടായി കാണും. ഞാൻ സംസാരിക്കുന്നതും ബിട്ടാസുമായി ഫോൺ സംസാരിക്കുന്നത് 2 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് പിന്നീട് ധാരണ ഉണ്ടായതാണ്. ധാരണ ഉണ്ടാകുന്നത് അല്ല, അന്നും CPM-ന്റെ ഉന്നതനായ നേതാവ് തന്നെയാണ് അദ്ദേഹം. പാർട്ടി അംഗമാണ്, ഞാൻ പാർട്ടി അംഗമല്ല. തിരുവനന്തപുരത്തിന്റെ ഓഫീസിലേക്ക് ബ്രിട്ടാസുമായി പോയതിൽ ചെറിയാൻ ഫിലിപ്പും കൂടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഓഫീസിൽ ബിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ബ്രിട്ടാസ് മാത്രം. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയത് പിന്നീടാണ്, അന്നല്ല. അന്ന് ഞങ്ങൾ മടങ്ങി വരികയാണ് ചെയ്തത്. അന്ന് ഞാനും ബിട്ടാസിന്റെ കാറിലാണ് ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നത് ബിട്ടാസിന്റെ കാറിലാണ്. എന്ന് ബിട്ടാസ് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ അതിനുശേഷം പിന്നീട് കണ്ടുവന്നവരെ ബിട്ടാസ് തന്നെ പറയുന്നുണ്ട്, കണ്ടുവെന്ന് പറയുന്നുണ്ട്. പിന്നീടുള്ള തുടർ ചർച്ചകളിൽ ഞാൻ പങ്കാളിയല്ല. അത് അവസാനിപ്പിച്ചതിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. കാരണം അന്ന് ഇടതുമുന്നണിയുടെ നേതാവായിരുന്ന ഇപ്പോൾ നേതാവ് അദ്ദേഹം അന്ന് സജീവ നേതാവായിരുന്ന തീരുമാനം പോലെ ഒരു പൊളിറ്റിക്കൽ ധാരണ എടുത്താൽ പറഞ്ഞതാണ്. അപ്പൊ എന്താണ് ഡീൽ എന്ന് എനിക്കറിയാം. ഒരു ഡീലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡീൽ ഉണ്ടായിട്ടില്ല. കേരളം ഒരു കലാപഭൂമിയാകുന്ന സംഘർഷത്തിൽ ഒഴിവാക്കണമെന്ന സതുദ്ദേശം മാത്രമേ രണ്ടുപേർക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് സത്യം. ഈ സമരം തുടങ്ങിയത് PS-ന്റെ പിടിവാശി മൂലമാണെന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ആലോചനയും ആ സമയത്ത് കേന്ദ്രങ്ങളുടെ അടുത്ത് ബന്ധപ്പെടുന്നതാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതായത് ഈ സമരം തീരുമാനിക്കുന്നത് LDF-ന്റെ മീറ്റിംഗിലാണ്. LDF-ന്റെ മീറ്റിംഗിൽ ഇത് പറയുമ്പോൾ അന്ന് സ്വാഭാവികമായിട്ടും CPM നേതാക്കന്മാരും CPI നേതാക്കളും എല്ലാവരും ഉണ്ടല്ലോ. ആ മീറ്റിംഗിൽ ഇങ്ങനെ നിർദ്ദേശം വയ്ക്കുമ്പോൾ ചില ആളുകൾ അന്ന് തന്നെ അത് അപ്രായോഗികമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പൊതു തീരുമാനം എടുത്തപ്പോൾ പിന്നീട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ജില്ലാ സെക്രട്ടറിമാർ തന്നെ കുപിതരാകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് AK സെന്ററിൽ. ഇതെന്തിനാണ് ഈ സമരം എന്ന്. പക്ഷേ അപ്പോൾ എല്ലാവരും അത് BS-ന്റെ പിടിവാശിയാണെന്ന് പറഞ്ഞു എന്നത് എനിക്കറിയാം. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. താല്പര്യമെടുത്തത് ആരെയെന്നുള്ളൊരു പ്രസക്തമല്ല. താല്പര്യമെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടരും ചായ ചർച്ച നടന്നിട്ടില്ല. ഇവിടെ നടക്കുന്നത് അന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ രാജി എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തിരുവനന്തപുരം ആദ്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. രണ്ടാമത് ജുഡീഷ്യൽ അന്വേഷണം ആലോചിക്കാം. അപ്പോഴും LDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായ കാരണം ജുഡീഷ്യൽ അന്വേഷണം പോരാ, മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് പെടണം എന്ന മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷമാണ് സമരം വിഡ്രോ ചെയ്യാൻ LDF-ന്റെ യോഗം ചേർന്ന് തീരുമാനിച്ചത്. സമരം നടക്കുമ്പോൾ മുഴുവൻ കക്ഷികളെ സമരസമിതിയുമായി സർക്കാർ ചർച്ചയിലല്ല സമരം അവസാനിക്കുന്നത്. ഇത് അതിന്റെ പുറത്തുനിന്നാണ് ഈ ചർച്ച. ഇതിന്റെ എല്ലാ സമാന്തര കാര്യങ്ങളും നടക്കുന്നത് ചർച്ചയ്ക്ക് പുറത്ത്. അത് അതല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല. ഇപ്പൊ തൊഴിൽ തർക്കം ഞാൻ പറയാം, തൊഴിൽ തർക്കമാണെങ്കിലും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട സമരങ്ങളാണെങ്കിലും എല്ലാം ഒരു വട്ടമേശയുടെ അടിസ്ഥാനത്തിൽ അല്ല. പലപ്പോഴും ആരെങ്കിലും മുൻകൈ എടുത്ത് അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ ആ മുൻകൈ എടുത്തത് ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എല്ലാവർക്കും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തിരുവനന്തപുരം രാഷ്ട്രീയ വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. രണ്ടു ദിവസം മുമ്പാണ്. ഇല്ല, സമരം ഒഴിവാക്കപ്പെടുന്നതിന്റെ കാര്യത്തിൽ അങ്ങനെ LDF-ന്റെ ഒരു സമരം പ്രഖ്യാപിച്ച അങ്ങനെ ഒഴിവാക്കും. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അല്ലല്ല സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചന ഉണ്ടായെങ്കിലും സമരം തുടങ്ങിയതിന്റെ അടിസ്ഥാന ആ ദിവസമാണ് ശരിയായ ആലോചന നടന്നത്. അത് പെട്ടെന്നെടുത്ത ഒരു വൈകാരിക തീരുമാനമാവണം. കാരണം ഈ സമരത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചുള്ള വീണ്ടും വിചാരം ഉണ്ടായി കാണില്ല. സമരത്തിന്റെ തലേദിവസമാണ്. സമരം വിഡ്രോ ചെയ്ത് 11-ാം തീയതിയാണ്.
വിഡ്രോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്. 12-ാം തീയതിയാണ് സമരം. അതിന്റെ തലേദിവസമാണ്. പക്ഷെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമരത്തിന്റെ ആലോചന നടക്കുന്നെങ്കിലും LDF-ന്റെ കൂടാതെ തീരുമാനിക്കാൻ പറ്റുമോ? LDF സമരമല്ലേ? LDF സമരമല്ലേ ഇത്? സമരം നടത്തുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള വളരെ വ്യക്തമായിരുന്നു. സമരം നടത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്ന് ജുഡീഷ്യൽ ഇലക്ഷൻ നടത്താനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടേംസ് ചോദിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സമരം വിഡ്രോ ചെയ്യാൻ LDF തീരുമാനിച്ചു. പിൻവലിക്കണമെന്ന് ചർച്ച ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ പിൻവലിക്കണമെന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഒരു ഈ പ്രശ്നപരിഹാരമാണ്. പിൻവലിക്കലായിരുന്നില്ല. സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒത്തുതീർപ്പിനുള്ള ശ്രമം തുടങ്ങിയെങ്കിൽ പോലും ഞാൻ അതിന്റെ ആദ്യഘട്ടത്തിലുള്ളൂ, രണ്ടാമത്തെ ഘട്ടത്തിലില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ശ്രമം തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം വെച്ച് വീട്ടിൽ വെച്ചാണ്. അല്ല, ആ തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ച് തിരുവനന്തപുരം ആ കൂടി അന്ന് വളരെ വിഷമത്തിലാണ്. കാരണം ഒരു കലാപം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായാൽ ആഭ്യന്തരമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ ആശങ്കയുണ്ട്. അന്ന് ഉച്ചയ്ക്കോടുകൂടിയാണ്. അല്ല, സമരത്തിന്റെ തലേദിവസം 15-ാം തീയതിയാണ്. എന്നാണ് എന്റെ ഓർമ്മ. അതെ, 15-ാം തീയതിയാണ്. അതിനുശേഷം 15-ാം തീയതി വൈകുന്നേരമാണ് ജോൺ ബ്രിട്ടാസും ഞാനും തിരുവനന്തപുരത്തെ കാണുന്നത്. സ്വാഭാവികമായി അറിഞ്ഞു കാണുമല്ലോ. ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരാള് മിടുക്കനായ ഒരാള് സ്വാഭാവികമായിട്ട് ആരെങ്കിലുമായി ചർച്ച ചെയ്യാതെ അത് ചാടുവോ? ഞാനോ? ഞാൻ അറിയിച്ചില്ല. ജോൺ ബ്രിട്ടാസ് അറിയിച്ചു കാണും. CPM-ന്റെ പ്രമുഖനായ ആള് CPM-ന്റെ LDF എടുത്ത തീരുമാനം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ചർച്ച ചെയ്ത വിഷയം, അത്തരത്തിൽ ഒരു വിഷയത്തെ ജോൺ ബ്രിട്ടാസിന് നേതാക്കന്മാരുടെ അനുവാദമോ അല്ലെങ്കിൽ അവരുടെ അറിവോ ഇല്ലാതെ മറ്റൊരു ചർച്ചയ്ക്ക് പോകും അല്ല. സ്വാഭാവികമായിട്ടും നേതാക്കന്മാരിൽ കിട്ടിയ സൂചന അടിസ്ഥാനത്തിലായിരിക്കാം ഈ ടേംസ് ഓഫ് ജുഡീഷ്യൽ അന്വേഷണവും ടേംസ് ഓഫ് റെഫറൻസ് മുഖ്യമന്ത്രി എന്നുള്ള ധാരണ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നു. സമരം അവസാനിപ്പിക്കണം തിരുവനന്തപുരത്തെ ആഗ്രഹം അന്ന് മനസ്സിലാക്കി. അതാണ് ബ്രിട്ടാസിന് അറിയുന്നത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സമരം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം CPM-ന്റെ നിരവധി നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് CPIM എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമപ്രവർത്തകനും MP-യുമായ ജോൺ ബ്രിട്ടാസ് ഒത്തുതീർപ്പിനായി തന്നെ വിളിച്ചുവെന്ന് ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. സമകാലിക മലയാളം വാരികയിലെ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിന് പിന്നാലെയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ഒത്തുതീർപ്പിനായി CPIM നേതാക്കൾ ക്ലിഫ് ഹൌസിൽ എത്തിയെന്നും ജോൺ മുണ്ടക്കയം 24-നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ബ്രിട്ടാസിന്റെ അഭിപ്രായമാണോ അതോ മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചത് മോളിൽ നിന്നുള്ള തീരുമാനമാണോ എന്നോട് പറഞ്ഞു. അപ്പൊ ഉമ്മൻചാണ്ടി എന്നോട് അന്നേരം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് വിളിച്ച് പറയാമോ സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ബ്രിട്ടാസ് ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്താ നടന്നതിനെ കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവര് വിളിച്ച് സംസാരിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നെ തിരുവനന്തപുരമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അന്നേരം ഞാൻ ഇത്ര ചെയ്തുള്ളൂ. ഞാനത് ഉമ്മൻചാണ്ടി പറഞ്ഞതനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ ഒരു കാര്യം ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ എന്താ നടന്നുള്ളത് അവരാ പറയേണ്ടത്. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തള്ളി ജോൺ ബ്രിട്ടാസ് MP. എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത്. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് തന്നെ വിളിച്ചത്. ജോൺ മുണ്ടക്കയവുമായി താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPM-ന്റെ പ്രതിനിധിയായിട്ട് പോയതാണ്, മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകനാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല. സോളാർ സമരം ഒത്തുതീർപ്പ് ആരോപണത്തിൽ ജോൺ ബ്രിട്ടാസിനെ തള്ളി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്നും ജോൺ ബ്രിട്ടാസാണ് തന്നെ വിളിച്ചതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചർച്ചയിലെ കാര്യങ്ങൾ പറയുന്നില്ല. സമരം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നെന്നും നേതാക്കളെ തേജോവധം ചെയ്യാൻ താൻ ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടൊരു സമരം തീർക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്ന് ആഗ്രഹം ഉണ്ടായതായി ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്.
അതെല്ലാം നല്ല ഭംഗിയായി തീർത്തു എന്നുള്ളതാണ്, റിസൾട്ടാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയാൻ ഫിലിപ്പിൻ്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരസ്പരമുള്ള വർത്തമാനമൊക്കെ നമ്മളൊരു മാന്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നതേയില്ല. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്കും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുന്നു. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, ജോൺ ബ്രിട്ടാസ് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? വേണു, ഇക്കാര്യത്തിൽ ആര് മുൻകൈ എടുത്തു, ജോൺ മുണ്ടക്കയത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന ചോദ്യം മാറ്റി നിർത്തിയാൽ ചർച്ചകളൊക്കെ നടന്നു എന്ന് നേതാക്കളൊക്കെ ഒന്നടങ്കം വിശദീകരിക്കുകയാണ്. അതിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് CPIM എന്ന നിലയ്ക്ക്, പാർട്ടി എന്ന നിലയ്ക്കോ നേതാക്കൾ എന്ന നിലയ്ക്കോ എന്തെങ്കിലും ഒരു മുൻകൈ എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ജോൺ മുണ്ടക്കയുമായി എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയിട്ടില്ല. തിരുവഞ്ചൂർ ഇങ്ങോട്ട് സമീപിച്ചു, അതായത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ വിളിച്ചു. അന്ന് കൈരളിയിൽ ചെറിയാൻ ഫിലിപ്പ് പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം ഇടത് പാളയത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് സമരം അവസാനിപ്പിക്കാൻ എന്നറിയിച്ചു. ആ കാര്യങ്ങൾ CPIM നേതൃത്വത്തെ അറിയിച്ചു. അപ്പോൾ CPIM നേതൃത്വം സമരം തീരാൻ മുന്നോട്ട് ചില നിർദ്ദേശങ്ങൾ വെച്ചു. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്, ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം. ജുഡീഷ്യൽ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പരിഗണനാ വിഷയമായി ഉൾപ്പെടുത്തണം. അത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കണം, ഉമ്മൻചാണ്ടി അത് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ തിരുവഞ്ചൂരിനെ നേരിൽ കണ്ടു. അതിനുശേഷം തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടതനുസരിച്ച് നേരിൽ കണ്ടു. അതിനുശേഷം തിരുവഞ്ചൂരിനും PK കുഞ്ഞാലിക്കുട്ടിക്കുമൊപ്പം ഉമ്മൻചാണ്ടിയെയും കണ്ടു. അങ്ങനെ അവിടെ വെച്ച് ധാരണയുണ്ടായി. ആ കാര്യം CPIM നേതൃത്വത്തെ അറിയിച്ചു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ CPIM നേതൃത്വം മുൻകൈ എടുത്തിട്ടില്ല, ഇടനിലനിൽക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചു, ആ കാര്യങ്ങൾ CPIM നേതൃത്വത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ വരുമ്പോൾ സമരത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ കാര്യങ്ങൾ നേതൃത്വം അറിയിച്ചു. അത് പാർട്ടിയുടെ അറിവോടുകൂടി തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുമായും തിരുവഞ്ചൂരുമായും സംസാരിക്കുകയാണ് ചെയ്തത് എന്നതാണ്. മറ്റൊന്ന്, ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്നത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതായിരുന്നു. മറ്റൊന്ന്, ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് അതിന് മുൻപേ പറഞ്ഞിരുന്നില്ലേ എന്ന ചോദ്യമാണ്. പക്ഷേ അതിന് ബ്രിട്ടാസ് നിരത്തുന്ന മറുപടി, അതിനുശേഷം ചേർന്ന, അതായത് സമരം പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെ ചേർന്ന ക്യാബിനറ്റ് യോഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാകാം എന്ന തീരുമാനം എടുത്തത്. ബാക്കിയുള്ളതൊക്കെ ചരിത്രമാണ്. എന്ത് തരത്തിലാണ് അത് ഘടകകക്ഷി നേതാക്കൾ അറിഞ്ഞിരുന്നോ, എല്ലാ തരത്തിലും ചർച്ച നടന്നിരുന്നോ എന്നതൊക്കെ പാർട്ടി നേതൃത്വവും ഘടകകക്ഷി നേതൃത്വവും ഒക്കെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ജോൺ മുണ്ടക്കയത്തിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നു. CPIM ഒരു മുൻകൈയും എടുത്തിട്ടില്ല. സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഒപ്പം അതിനുശേഷം ആ ഗവൺമെൻറ് തന്നെ താഴെ പോകാൻ അത് കാരണമായി. അങ്ങനെ വരുമ്പോൾ ആ സമരം വിജയമാണ്. മറ്റൊന്ന്, ആ സമരം നടത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരമൊരു ചർച്ചയാണ് നടന്നത്. അതല്ലാതെ ഒരു ഇടനില ഇക്കാര്യത്തിൽ വഹിച്ചിട്ടില്ല. ജോൺ മുണ്ടക്കയുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല. പാർട്ടി എന്ന നിലയ്ക്ക് സമരം അവസാനിപ്പിക്കാൻ ആരും തന്നെ അത്തരമൊരു ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുമില്ല. പകരം ഈ നിലയ്ക്കാണ് പ്രവർത്തിച്ചത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ജോൺ മുണ്ടക്കയത്തെ അദ്ദേഹം തള്ളുന്നു. പകരം ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വന്നത്, അവിടെ നിന്ന് സർക്കാർ തലത്തിൽ മുൻകൈ എടുത്ത് വന്നതുകൊണ്ട് ചർച്ച നടന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശരി, തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി സൂരജ് സജിയും തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ബ്രിട്ടാസ് പറയുകയായിരുന്നു തിരുവഞ്ചൂർ ഇങ്ങോട്ടാണ് വിളിച്ചത് എന്ന്. ആ കാര്യത്തിൽ സൂരജ് അടക്കം ആവർത്തിച്ച് വ്യക്തത തേടുന്നുണ്ടായിരുന്നല്ലോ തിരുവഞ്ചൂരിൽ നിന്ന്. എന്താണ് തിരുവഞ്ചൂർ പറഞ്ഞത്? തീർച്ചയായും വേണു, ഈ വിഷയത്തിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും തിരുവഞ്ചൂർ പറയുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് ആണ് ആദ്യം ഇങ്ങോട്ട് വിളിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ആദ്യമേ തന്നെ ജുഡീഷ്യൽ അന്വേഷണം ആകാം എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചത് സർക്കാരായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാതെയായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന LDF ഈ സമരവുമായി മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ ഈ അനുനയ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് LDF ആണ് എന്നതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വസ്തുതകൾ ഇത്തരത്തിലാണ്. അതായത് ഈ പല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഇത്തരം ഒരു സമരത്തിലേക്ക് പോയപ്പോൾ അവർക്ക് വേണ്ട ഈ കാര്യങ്ങൾ ഒരുക്കുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയായിരുന്നു ആ സമരം മുന്നോട്ട് പോയത്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം രൂപപ്പെട്ട വേളയിലാണ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കുന്നതും ബന്ധപ്പെടുന്നതും ഇത്തരം ഒരു അനുനയ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതും. അതിനു മുൻപ് തന്നെ ഇവർ ഈ സമരത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ് എന്നത് സംബന്ധിച്ചുള്ള ഒരു ഡിമാൻഡ് നോട്ടീസ് അത് NK പ്രേമചന്ദ്രൻ മുഖാന്തരം അന്നത്തെ സർക്കാരിന് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും ഒന്നാമത് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ രാജി. അങ്ങനെ തുടങ്ങി ഒരു തരത്തിലും സർക്കാരിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഈ ഡിമാൻഡ് നോട്ടീസിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമരം അവസാനിപ്പിക്കുക എന്നൊരു നടപടിയിലേക്കല്ല പോയത്.
പകരം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സമരം അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹത്തിൽ തങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് ആണ് ഇത്തരത്തിൽ സമീപിക്കുന്നത്. അതേ തുടർന്നാണ് NK പ്രേമചന്ദ്രനായിരുന്നു അന്ന് സർക്കാരിന് ഡിമാൻഡ് നോട്ടീസ് നൽകിയത്. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രനും ജോൺ ബ്രിട്ടാസും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുൻനടപടികളുമായി പോയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. വേണു, ശരി. സലിം മലിക്കും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സലിം മലിക്ക്, ജോൺ മുണ്ടക്കയത്തിന്റെ മലയാളത്തിലെ ലേഖന പരമ്പരയിലെ വിവാദ ഭാഗം, അതിനുശേഷം ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു ജോൺ മുണ്ടക്കയം, പിന്നീട് പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നു. പക്ഷേ ഈ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, തിരുവഞ്ചൂർ മാത്രമാണ് മുണ്ടക്കയത്തിന്റെ ഈ കാര്യത്തിലുള്ള പങ്കാളിത്തത്തെ അംഗീകരിക്കുന്നത്. ബാക്കി എല്ലാവരും മുണ്ടക്കയം പങ്കാളിയാണോ എന്നറിയില്ല, അല്ലെങ്കിൽ തള്ളിക്കളയുന്നു, മുണ്ടക്കയത്തിന്റെ ഭാവനാവിലാസം എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മുണ്ടക്കയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നാൽ ഇത്തരം ചർച്ചകൾ നടക്കുകയുണ്ടായി, അതിലാദ്യം ആര് മുൻകൈയെടുത്തു എന്ന കാര്യത്തിലേക്ക് മാത്രമായി ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നത്? വേണു, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരേ സമയം UDF-നെയും LDF-നെയും ജോൺ മുണ്ടക്കയത്തിന്റെ ഈ വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലാക്കി എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ച നടന്നുവെന്നും അതൊരു ഒത്തുതീർപ്പ് ചർച്ചയായിരുന്നു എന്നുള്ളൊരു വാദം, അത് സ്വാഭാവികമായും ഇരു കൂട്ടരിലെയും അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എടുത്തുചാടി ഒരു അഭിപ്രായ പ്രകടനത്തിനില്ല എന്നുള്ളത് തന്നെയാണ് UDF-ന്റെയും LDF-ന്റെയും നേതാക്കളുടെ പ്രധാനപ്പെട്ട തീരുമാനം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്താൻ നേതാക്കന്മാർ തയ്യാറാവുന്നത്. നമ്മൾ ഓരോ നേതാക്കന്മാരെയും വിവിധ പാർട്ടികളിലെ നേതാക്കന്മാരെയും വിളിക്കുമ്പോൾ പഠിച്ചു പ്രതികരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. CPM-ന്റെ നേതാക്കളാകട്ടെ ആദ്യം പാർട്ടി സെക്രട്ടറി പ്രതികരിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നുള്ള ഒരു നിലപാടാണ്. അതങ്ങനെ പാർട്ടിയുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം എന്ത് മറുപടി പറയണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഒരു കുടുംബ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്, അതിനുശേഷം പ്രതികരണമാവാം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ ചുരുക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ഈ LDF-ഉം BJP ഇതിനോടകം തന്നെ UDF-ഉം LDF-ഉം ഭയക്കുന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ വിഷയത്തിൽ അടക്കമുള്ള കേരളത്തിൽ മുഴുവൻ വിഷയങ്ങളും നടക്കുന്നത് എന്നൊരു ആരോപണം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ, ആ ആരോപണത്തിനൊരു മൂർച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണം നടത്തുന്നത്. അതേസമയം ഇതിൽ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുക CPIM-നെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള CPIM-ന്റെയും ഇടതുമുന്നണിയുടെയും വിവിധ സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവർ സർവരെയും സജ്ജരാക്കിക്കൊണ്ട് ഒരു വലിയ സമരം, അത് സമാനതകളില്ലാത്ത ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും വലിയൊരു സമരം സംഘടിപ്പിച്ചതായിരുന്നു ഇടതുമുന്നണി. പക്ഷേ ആ സമരം ആദ്യ ദിവസം കൊണ്ട് തന്നെ അവസാനിക്കുന്നത്, അത് ആ ദിവസങ്ങളിൽ തന്നെ വലിയ എതിർപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരുന്നു. ആ അണികളെ വീണ്ടും ഒരിക്കൽ കൂടി ഇക്കാര്യത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇനി ഇടതുമുന്നണിക്ക് മുൻപിലുള്ളത്. വേണു, സലിം മലിക്കും സജോ ദേവസ്യയും സൂര്യസജിയുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രതിക്കായി ബ്ലൂ കോർണർ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലിന്റെ കൂട്ടാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. P. രാജേഷ് ആണ് അറസ്റ്റിലായത്. രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചത് രാജേഷ് എന്ന് പോലീസ് കണ്ടെത്തി. പ്രതി രാഹുൽ P. ഗോപാലിനായി ബ്ലൂ കോർണർ നോട്ടീസുമായി ഇന്റർപോൾ. പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇന്ന് ഹാജരാകില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു. വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകും. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ രാജേഷിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത്? രാഹുലിന്റെ വീട്ടുകാർ നിസ്സഹകരിക്കുന്നു എന്ന സൂചന തന്നെയാണോ ലഭിക്കുന്നത്? വേണു, പന്തീരാങ്കാവ് ഗാർഹിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് രാഹുൽ P. ഗോപാലിന് രാജ്യം വിടാൻ വേണ്ടി സഹായമൊരുക്കിയത് ഈ കൂട്ടാളിയായ രാജേഷ് ആണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാഹുൽ കേരളത്തിൽ നിന്നും റോഡ് മാർഗം ബാംഗ്ലൂരിലെത്തി, അവിടെ നിന്നുമാണ് വിമാനമാർഗം വിദേശത്തേക്ക് കടക്കുന്നത്. അതിലുൾപ്പെടെ നിർണായകമായ സ്വാധീനം ഈ രാജേഷിന് ഉണ്ടായിരുന്നു. അത് പെൺകുട്ടിയും മൊഴിയായി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് രാവിലെ മാങ്കാവ് സ്വദേശിയായ രാജേഷിനെ എടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. IPC 212 വകുപ്പാണ് നിലവിൽ ഈ രാജേഷിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ആവശ്യം വരികയാണെങ്കിൽ കൂടുതൽ ഉയർന്ന വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതോടൊപ്പം വിദേശത്തുള്ള രാഹുലിനെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് CBIയുടെ സഹായം തേടിക്കൊണ്ട് ഇന്റർപോളിനെ സമീപിച്ചുകൊണ്ട് ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് വിദേശത്തെ ഉൾപ്പെടെ വിവരങ്ങൾ തേടുകയാണ് ഈ ബ്ലൂ കോർണർ നോട്ടീസിന്റെ ഉദ്ദേശം.
പരാമർശം. അതോടൊപ്പം ഈ രാഹുലിന്റെ കുടുംബം ഇപ്പോഴും നിസ്സഹകരണം തുടരുന്നു. അതായത് ആദ്യം ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയത് ഇന്നലെയായിരുന്നു. രാഹുലിന്റെ അമ്മയോടും സഹോദരിയോടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ പറഞ്ഞു. പക്ഷേ ഇന്നലെ ആശുപത്രിയിൽ പോവുകയാണെന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിവായി. ഇന്ന് വീണ്ടും നോട്ടീസ് നൽകി. നിലവിൽ രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകുന്ന മറുപടി, താങ്കൾ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്, അതുകൊണ്ട് തൽക്കാലം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ്. അതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. വേണു, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴ. തീക്കോയി, മുന്നിലവ് പഞ്ചായത്തുകളിലാണ് ശക്തമായി മഴ പെയ്യുന്നത്. മീനച്ചിലാറിന്റെ തീക്കോയി മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു. മുന്നിലവിലും ശക്തമായ വെള്ളമൊഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശക്തമായ മഴയാണ് കിഴക്കൻ മേഖലയിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും മൂന്നിലവ്, തീക്കോയി മേഖലകളിലാണ് ശക്തമായി മഴ പെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നുണ്ട്. ഇതേ തുടർന്ന് ജലനിരപ്പ് കിഴക്കൻ മേഖലയിൽ മീനച്ചിലാറ്റിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നിലവ് വാകക്കാട് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ റോഡിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. രാവിലെ പകൽ സമയത്ത് വലിയ മഴയൊന്നുമില്ലായിരുന്നു, വെയിലായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. എന്തായാലും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തെങ്കാശി പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ 17 വയസ്സുകാരനെ കാണാതായി. തിരുനെൽവേലി സ്വദേശി അശ്വിനെയാണ് കാണാതായത്. വനമേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? തിരച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തെങ്കാശി മേഖലയിൽ വ്യാപകമായ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 3 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്നായിരുന്നു ഈ കുറ്റാലം അരുവിയിലേക്ക് വെള്ളം കുതിച്ചെത്തുന്നത്. അത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വെള്ളമായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഏകദേശം നല്ല രീതിയിലുള്ള ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ആളുകൾ ഓടി മാറിയത് കാരണമാണ് വലിയൊരു ദുരന്തം ഒഴിവായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഓടി മാറുന്നതിനിടെയാണ് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള അശ്വിനെ ഇപ്പോൾ കാണാതായിട്ടുള്ളത്. SP-യും കളക്ടറും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ അശ്വിന് വേണ്ടിയുള്ള തിരച്ചിൽ അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് നടത്തുന്നുമുണ്ട്. എന്തായാലും വലിയ തോതിൽ മഴയുണ്ട്. അവിടെയുള്ള ഐന്തരവി, പഴയ കുറ്റാലം തുടങ്ങിയ നദികളിലെല്ലാം തന്നെ വെള്ളം ധാരാളമായി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുറ്റാലം അരുവിയിലേക്ക് വെള്ളം അപ്രതീക്ഷിതമായി എത്തിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വേണം. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. സഹോദരന് വേണ്ടി CC മുടങ്ങിയ വണ്ടി പിടിച്ച പോലീസുകാരന് സസ്പെൻഷൻ. എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ CPO ഉമേഷിനെയാണ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CPO ഉമേഷിന്റെ സഹോദരൻ ഒരു സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരാൾ ഒരു ഫിനാൻസ് ഇട്ട് വാഹനം എടുക്കുകയും ആ ഫിനാൻസ് തിരിച്ചടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ സഹോദരന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാരൻ വാഹനം പിടിക്കാൻ ഇറങ്ങുന്നത്. പിന്നീട് ഒരു കൊട്ടേഷൻ സ്വഭാവമൊക്കെ ഇതിന് നൽകാമെന്ന് തോന്നുന്നു. അങ്ങനെ ഇയാൾ ഈ പോലീസുകാരൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഇയാളെ ചെന്ന് ഭീഷണിപ്പെടുത്തി ഈ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു. ഇയാളെ മർദ്ദിക്കുകയും ചെയ്തു വാഹന ഉടമയെ. തുടർന്ന് ഈ വാഹന ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഈ CPO ഉമേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് നടപടി. ഇയാൾ നിലവിൽ ഒളിവിൽ പോയിരിക്കുന്നു. 324 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇയാളെ ഉടൻ പിടികൂടും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോലീസുകാർ തന്നെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു എന്ന തരത്തിലാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. വേണു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with DuraShine Roof and Wall Sheets, ഒരു ടാറ്റ BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions.
മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെയും NDAയുടെയും ശക്തി പ്രകടന റാലികൾ അല്പസമയത്തിനുള്ളിൽ. ഇന്ത്യ മുന്നണിയുടെ റാലിക്കായി അരവിന്ദ് കെജ്രിവാൾ മുംബൈ വിമാനത്താവളത്തിലെത്തി. ബാന്ദ്ര കുർള കോംപ്ലക്സിന് ഗ്രൗണ്ടിലാണ് ഇന്ത്യ മുന്നണിയുടെ റാലി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA റാലി ദാദറിലെ ശിവാജി പാർക്കിലാണ്. ബാന്ദ്ര കുർള കോംപ്ലക്സിന് ഗ്രൗണ്ടിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, എപ്പോഴാണ് ഇരു പാർട്ടികളുടെയും ഇരു മുന്നണികളുടെയും റാലി? വേണു, ഇന്ത്യ മുന്നണിയുടെ റാലി ഏതാണ്ട് 5 മണിയോടെ എന്നതാണ് അവർ നേരത്തെ നൽകിയ വിവരം. പോസ്റ്ററുകളിലും മറ്റും ആ സമയമാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ഈ ഗ്രൗണ്ടിലുള്ള സ്റ്റേജ്, അതിൻ്റെ നിർമ്മാണ ജോലികളൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നതായാണ് കാണുന്നത്. ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. വലിയൊരു ആൾക്കൂട്ടം ഈ സമയത്ത് ഇവിടെ ഇല്ല. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങി. വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയൊരു റാലി അത് മുംബൈയിൽ നടക്കുന്നു. അതിൽ പങ്കെടുക്കാനെത്തുന്നതോടുകൂടി തന്നെ വലിയൊരു പ്രാധാന്യം അതിനുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും അവിടെ നിൽക്കുന്നു. അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, ശിവസേനയിൽ നിന്ന് ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ, NCPയിൽ നിന്ന് ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് ശരത് പവാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദിയായി ഇത് മാറുകയാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച മുംബൈയിലെ 6 മണ്ഡലങ്ങൾ അടക്കം 13 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ വോട്ടിങ്ങിനായി പോകുന്നത്. അതിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് മുംബൈയിൽ. പ്രധാനമായും ശിവസേനയുടെ ഒരു പിളർപ്പ്, NCPയുടെ ഒരു പിളർപ്പ്, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണ്, അതിൻ്റെ ഒരു ഭാവി എന്താണ് എന്ന് തീരുമാനിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് മുംബൈയിൽ അടക്കം ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വിജയിക്കുക മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനവുമാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടക്കുന്നെങ്കിൽ ഇപ്പോൾ ദാദറിൽ NDAയുടെ യോഗത്തിനുള്ള റാലിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഒരല്പം വൈകിയാണ് ആ റാലി തുടങ്ങുക. മോദി എത്തേണ്ടതുണ്ട്. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. അത് പൂർത്തിയാവുന്നതോടെ മുംബൈയിലേക്ക് എത്തും. അതിനുശേഷം മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ റാലി. ആ റാലിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് MNSന്റെ നേതാവ് രാജ് താക്കറെയുടെ സാന്നിധ്യമാണ്. രാജ് താക്കറെ നമുക്കറിയാം, ഉദ്ധവിനെ പോലെ തന്നെ താക്കറെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. ആ ഒരു ലെഗസി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സമീപകാലത്ത് ആ ലെഗസി അദ്ദേഹത്തിന് കാര്യമായി പ്രയോജനം ചെയ്യപ്പെടാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഒരു തിരിച്ചുവരവിന് അദ്ദേഹം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിട്ടുമാറിയപ്പോൾ മുംബൈയിൽ ഉണ്ടാകാൻ പോകുന്ന വോട്ട് ചോർച്ച, അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ BJPക്ക് ഉദിച്ച ഒരു ആശയമാണ് MNSനൊപ്പം കൂട്ടുക എന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആദ്യമായി നരേന്ദ്രമോദിക്ക് ഒപ്പം രാജ് താക്കറെ വേദി പങ്കിടാൻ പോകുന്നു എന്നതുകൊണ്ട് ആ റാലി കൂടി വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. ഏതായാലും ഇരു റാലികളും കഴിഞ്ഞ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് മുംബൈയിലെ 6 മണ്ഡലങ്ങൾ പോവുകയാണ്. പിന്നീട് നിശബ്ദ പ്രചാരണം. ഏതായാലും നാളെ രാവിലെയും ഇരു മുന്നണികളുടെയും വാർത്താ സമ്മേളനങ്ങൾ വിവിധയിടങ്ങളിലായി വിളിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും ചേർന്നത്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തിൽ സെൻസർഷിപ്പുമായി ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജന്റെയും പ്രസംഗത്തിലെ പരാമർശങ്ങൾ നീക്കി. വർഗീയ സ്വേച്ഛാധിപത്യ സർക്കാർ, മുസ്ലിം എന്നീ പരാമർശങ്ങളാണ് ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് വിശദീകരണം. ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായ നടപടിയെന്ന് G ദേവരാജൻ 24നോട് പറഞ്ഞു. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. അത് നിർഭയമായി നിഷ്പക്ഷമായി അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം നൽകുകയാണ് ഇവർ. രാജ്യദ്രോഹപരമായ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ മതപരമായൊരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പദപ്രയോഗങ്ങളോ പരാമർശം ഉണ്ടെങ്കിലോ അത് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് പകരമായി ഇങ്ങനൊരു വാക്കേ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേസമയം പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരുമൊക്കെ രാജ്യമാസകലം ഹിന്ദുവെന്നും മുസ്ലിമെന്നുമുള്ള പദപ്രയോഗം നടത്തുകയും അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചാരണം നടത്തുകയും ചെയ്തിട്ട് അതിനെതിരെ നടപടി ഉണ്ടാവുന്നുമില്ല. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, ഈ സെൻസർഷിപ്പിനെ ഇടതുപക്ഷം വിമർശിക്കുന്നുണ്ട്, പക്ഷേ അതിനോട് വഴങ്ങുകയാണോ ചെയ്തത്? വേണു, ഇതിൽ ഓൾ ഇന്ത്യ റേഡിയോയും അതോടൊപ്പം തന്നെ ദൂരദർശനും നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് ആ പ്രസംഗം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ചില വാക്കുകൾ, ഒന്ന് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, അതോടൊപ്പം തന്നെ കാടൻ നിയമം, കൂടാതെ മുസ്ലിം എന്ന വാക്കുകൾ, ഇത്തരം വാക്കുകൾ ഒഴിവാക്കിയാണ്
ജി ദേവരാജനും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയും പ്രസംഗം പിന്നീട് നൽകിയത്. എടുത്തു പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ അടക്കം ഈ വിദ്വേഷ പ്രസംഗത്തിൽ പ്രതിപക്ഷം നടപടി ആവശ്യപ്പെട്ട് രംഗത്തുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു സെൻസർഷിപ്പ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗത്തും അതോടൊപ്പം ദൂരദർശന്റെ ഭാഗത്തും നടന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടഭ്യർത്ഥനയുടെ ഭാഗമായി തന്നെ പാർട്ടികൾക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം ഈ ഓൾ ഇന്ത്യ റേഡിയോ അതോടൊപ്പം ദൂരദർശൻ നൽകാറുണ്ട്. ഈ പ്രസംഗം മുൻകൂട്ടി എഴുതി തയ്യാറാക്കണം, അല്ലെങ്കിൽ ആ ഒരു മുൻകൂട്ടി എഴുതിയിട്ട് ദൂരദർശനും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് നൽകണം. അത്തരം ഒരു പ്രസംഗം എഴുതി നൽകിയപ്പോഴാണ് ഇത്തരം ചില വാക്കുകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയത്. അതേസമയം തന്നെ ഇതിൽ ജി ദേവരാജൻ ചോദിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ബന്ധപ്പെട്ട പ്രസംഗത്തിൽ മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കിയാൽ പിന്നെ ഏത് നിലയിൽ ആ പ്രസംഗത്തെ തുടരണം എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പിന്നീട് ഒരു പ്രത്യേക മതവിഭാഗം എന്ന വാക്കിലേക്ക് മാറ്റിയാണ് ആ പ്രസംഗമെല്ലാം തന്നെ എഴുതി നൽകിയത്. അതിനുശേഷം അത് പിന്നീട് അവർ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ഉയർത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദ്വേഷ പ്രസംഗം നടത്തുന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ചില നടപടികൾ എന്തായാലും ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗത്തടക്കം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ചില ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഈ നടപടി എന്നാണ് ഇപ്പോൾ പ്രസാർ ഭാരതി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയിരിക്കുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രിമാരുടെ പ്രസംഗങ്ങളും സമാനമായ നിലയിൽ തന്നെ തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നും പ്രസാർ ഭാരതി അറിയിച്ചു. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്. റായ്ബറേലിയിൽ പ്രചാരണവുമായി രാഹുലും സോണിയയും. സോണിയാഗാന്ധി സംസാരിക്കുന്നു തത്സമയം. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കടന്നു. അതിലേക്ക് നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ കൊടുത്തിട്ടുള്ളതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിലുള്ള പകർച്ചവ്യാധികളാണ്. ഓരോ മഴക്കാലത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന പകർച്ചവ്യാധികളാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത കുറച്ച് നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ വർഷം ഡെങ്കിപ്പനി ഇപ്പോഴല്ല, ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് കേസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 2013-ലും 2017-ലുമാണ് വലിയ ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത്. 2013-ലും 2017-ലും ഡെങ്കി ഔട്ട്ബ്രേക്ക് ഏറ്റവും കൂടുതൽ വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ആ വർഷങ്ങളിലാണ്. 2023-ൽ അതുപോലൊരു ഔട്ട്ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം 2013-ലും 2017-ലും ഔട്ട്ബ്രേക്ക് ഉണ്ടായ, നമുക്കൊപ്പം ഔട്ട്ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്കയും അതോടൊപ്പം പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ, അന്ന് ഔട്ട്ബ്രേക്ക് ഉണ്ടായ ഇടങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വർഷം വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പുകൾ നൽകി കൃത്യമായി ബഹുമാനപ്പെട്ട CM-ന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അത് വലിയ രീതിയിലൊരു ഔട്ട്ബ്രേക്കിലേക്ക് പോയില്ല. ഈ വർഷം അതിനുള്ള സാധ്യതകൾ വീണ്ടുമുണ്ട് എന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ യോഗം നടന്നിരുന്നു. അന്ന് തദ്ദേശ വകുപ്പും മറ്റു വകുപ്പുകളും ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ജില്ലാ കളക്ടർമാരൊക്കെ പങ്കെടുക്കുന്ന യോഗം നടന്നിരുന്നു. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. വ്യക്തി ശുചിത്വം, അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 18-ഉം 19-ഉം പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടതിനി. ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
സാമ്പിൾ പരിശോധനയിൽ അത് നെഗറ്റീവാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഘട്ടത്തിൽ അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. എറണാകുളം, അതോടൊപ്പം തൃശൂർ, കണ്ണൂർ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. മലപ്പുറം, ഈ ജില്ലകളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. അതിൽ ഏതാണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ജലജന്യ രോഗമാണ്. വെള്ളത്തിൽ നിന്ന് മലിനമായ വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചതിൽ നിന്നാണ് അസുഖം ആദ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് ട്രീറ്റ്മെന്റ്, 2 പ്രിവെൻഷൻ. ഇനി അതിന് പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് അവിടെ നടത്തുക എന്നുള്ളതാണ്. ഇതും വളരെ കൃത്യമായിട്ട് നടക്കും. സംസാരിക്കുകയാണ്. ഇതോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.